കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോഴേക്കും ലേറ്റായിട്ടാണ് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയത്. എന്നിട്ടും മഴ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്നായിരുന്നു. 10 മണിക്കാണ് കല്യാണം. ഇപ്പോൾ തന്നെ മണി 10:15 നമ്മൾ റെഡിയായിട്ടൊക്കെ ഇറങ്ങി വേദന നഴ്സറിയിലും റെഡിയാക്കി വിട്ടപ്പോഴത്തേക്കും മഴ തുടങ്ങി. പിന്നെ നമ്മൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും ഇറങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും പിന്നെ മഴയൊക്കെ മാറി വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ്. പിന്നെ ചേട്ടൻ്റെ കാറ്ററിംഗ് വർക്കായതുകൊണ്ട് ചേട്ടൻ പരിചയമുള്ളവരെയൊക്കെ കണ്ട് ആ വർക്കിനുള്ളവരെയൊക്കെ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ അവിടെ പോസ്റ്റായിപ്പോയി. അപ്പോൾ അകത്ത് കയറി ഇരിക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് വന്നപ്പോഴത്തേക്കും വേദുവിൻ്റെ ഫ്രണ്ടിനെ കണ്ട്. ഫ്രണ്ടും അവളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയിരുന്നു. എന്നെ നഴ്സറി വെച്ച് കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്തൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ട്. മുഖവും വലിച്ച് കയറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ആളെ വെറുപ്പിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ദേഷ്യം മുഖത്ത് കാണാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി. വീടെത്തിയപ്പോഴത്തേക്ക് എന്നെ വെറുപ്പിക്കുകയാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ ആളെന്നെ തിരിച്ച് പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും വേദന വിളിക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈശാഖേട്ടൻ വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുന്നതാണ്. പക്ഷേ ഞാനാണ് വേദന വിളിക്കാൻ പോകാറുള്ളത്. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് വൈശാഖേട്ടൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൊണ്ടാക്കുമ്പോൾ അമ്മയോ അനിയത്തിയോ കൊണ്ടാക്കുകയാണെങ്കിൽ എന്നും കരച്ചിലാണ്. ഇപ്പം വൈശാഖേട്ടൻ കൊണ്ടാക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല, ആൾ കയറിപ്പോവും, കരച്ചിലുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അച്ഛൻ കൊണ്ടാക്കിയാൽ മതിയെന്ന്. അങ്ങനെ കാത്തിരുന്ന് അച്ഛനും മോളും ഇങ്ങ് വന്നേ. ഇനി അവളെ റെഡിയാക്കി മേലൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടത്തി ഉറക്കണം. അപ്പം നഴ്സറി കിടന്ന ആൾ ഉറങ്ങാറില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഉറങ്ങുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയേ. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് പിന്നെ ഈ ബാഗ് തൂക്കിയിട്ട് ആളകത്ത് കയറി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ വന്ന് എടുക്കണം, ബാഗ് ഞാൻ എടുക്കണം, ചെരുപ്പ് ഞാൻ ഊരി കൊടുക്കണം, എല്ലാം അമ്മ തന്നെ ചെയ്യണം. ഇന്നിപ്പോൾ വീഡിയോസിൻ്റെ പവറിൽ